प्यारे बच्चों आदाब. പ്രിയമുള്ളവരെ, 10ാം ക്ലാസ്സിലെ ഹമാരി താരീഖ് എന്ന പദ്യഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹമാരി താരീഖ്, നമ്മുടെ ചരിത്രം എന്നതാണ് അതിൻ്റെ അർത്ഥം. हिंदुस्तान अपनी सकाफती, मजहबी और लिसानी तनावों के बास एक मुनफरिद मुल्क है. ഇന്ത്യ അതിൻ്റെ സാംസ്കാരികവും മതപരവും ഭാഷാപരവുമായിട്ടുള്ള വൈവിധ്യങ്ങളുടെ കാരണത്താൽ, സാംസ്കാരികമായും മതപരമായിട്ടും ഭാഷാപരമായിട്ടുമൊക്കെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന കാരണത്താൽ ഏക്ക് മുൻഫരിദ് മുൽക്ക് ഹെ, വേറിട്ട് നിൽക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക രാജ്യമാണ്. യഹാക്കെ മുഖ്തലിഫ് റിസ്മോ റിവാജ്, ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഓർ തഹ്വാർ, ആഘോഷങ്ങളും, മുൽക്ക് കി ഖൂബ്സൂരത്തി ബഡാത്തെ ഹെ, രാജ്യത്തിൻ്റെ മനോഹാരിതയെ, സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. സദിയോं से मुख्तलिफ तहजीब और मज़ाहिब के लोग यहाँ अमन और मोहब्बत के साथ रहते हैं. സദിയോം സെ, നൂറ്റാണ്ടുകളായി വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും, ഓർ മസാഹിബ് കെ ലോഗ്, മതക്കാരുമായ ആളുകൾ ഇവിടെ അമനോർ മുഹബത്ത്, സമാധാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയുമാണ് താമസിക്കുന്നത് എന്ന ഒരു ഇൻട്രോ കൊടുത്തിട്ട് ഇവിടെ ഒരു പദ്യമാണ് വന്നിട്ടുള്ളത്. ഈ പദ്യം എഴുതിയത് ജാനസാർ അഖ്തറാണ്. ഇത് തഹ്വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇവിടെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, വിവിധ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോട് കഴിയുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആഘോഷങ്ങളിലെ ഐക്യത്തെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു പാഠഭാഗമാണിത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. കോയി ഭി ഘർ ഹോ ദിവാലി കെ ദിയേ ജൽത്തെ ഥേ, ഏതെങ്കിലും ഒരു വീട്ടിൽ ദീപാവലി ആണെങ്കിൽ അവിടെ ദീപങ്ങൾ കത്തിയിരുന്നു. ദീപാവലി ആഘോഷിക്കുമ്പോൾ എല്ലാ വീടുകളിലും സന്തോഷത്തിന്റെ പ്രകാശം പരന്നിരുന്നു എന്നർത്ഥം. ഈദ് ഭർ ദേത്തി തീ സീനോ മേ ഉജാലെ കിയാ കിയാ, ഞാൻ എന്ത് പ്രകാശമാണ് ഉണ്ടാക്കിയിരുന്നത്, എന്നാൽ ഈദ് ഹൃദയങ്ങളെ നിറച്ചിരുന്നു. പെരുന്നാൾ ഹൃദയങ്ങളെ പ്രകാശം കൊണ്ട് നിറച്ചിരുന്നു. ഈദ്, പെരുന്നാൾ ആഘോഷം സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും നെഞ്ചകങ്ങളെ നിറച്ചിരുന്നു എന്നതാണ് ഇവര് സൂചിപ്പിക്കുന്നത്. അടുത്തത്, അപ്പൊ ഒന്നാമത്തിൽ നമ്മൾ ദീപാവലി പറഞ്ഞു, രണ്ടാമത്തതില് ഈദ് പറഞ്ഞു, ഇനി മൂന്നാമത്തത് രംഗ് ഹോലി കാ ഹർ ഏക് ദിൽ മേ ബിഖർ ജാതാ ഥാ, ഹോളിയുടെ ഓരോ നിറവും ഒരേയൊരു മനസ്സിൽ, ഒരേയൊരു ഹൃദയത്തിൽ ചിതറിപ്പോകുമായിരുന്നു. ഹോളി ആഘോഷിക്കുമ്പോൾ നിറങ്ങൾ വ്യക്തികൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ മായ്ച്ച് എല്ലാവരുടെയും ഹൃദയത്തിൽ ഐക്യം നിറച്ചിരുന്നു എന്നതാണ്. നാലാമത്തെ വരി, ചെഹരെ ചെഹരെ പേ ധമക് ഉഠ്തേ ഥേ ലാലെ ക്യാ ക്യാ, സന്തോഷം, ചെഹരെ ചെഹരെ എന്ന് പറഞ്ഞാൽ മുഖങ്ങൾ, ധമക് ഉഠ്തേ ഥേ ലാലെ ക്യാ ക്യാ, സന്തോഷങ്ങൾ കൊണ്ട് മുഖങ്ങൾ തിളങ്ങുമായിരുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. അകല ലൈൻ. അടുത്തത്, ആയേ വതൻ ഹം തേരി താരീഖ് ലിഖേംഗെ ഫിർ സേ, അയേ വത്തൻ, അല്ലയോ വത്തനെ, മാതൃഭൂമിയെ, രാജ്യമേ,
നിന്റെ ചരിത്രം ഞാൻ വീണ്ടും എഴുതും. തെരി താരീഖ് ദിൽ ജോയി ഓ ദിൽദാരി കി. എങ്ങനെയുള്ള ചരിത്രമാണ് നിന്റെ ഹൃദയം? നിന്റെ ചരിത്രം ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നതിൻ്റെയും ദയയുടെയും ചരിത്രമാണ്. ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നതും ദയയുടെയും ചരിത്രം ഉൾക്കൊള്ളുന്ന നിന്റെ ചരിത്രം ഞാൻ വീണ്ടും എഴുതും. തെരി താരീഖ് മൊഹബ്ബത്ത് കി. നിന്റെ സ്നേഹത്തിൻ്റെ ചരിത്രം. വഫാ കി താരീഖ്. വിശ്വാസ്യതയുടെ ചരിത്രം. അത് ഞാൻ വീണ്ടും എഴുതും. തെരി താരീഖ് ഉഹുവത്ത് കി. നിന്റെ സാഹോദര്യത്തിൻ്റെ ചരിത്രം ഞാൻ വീണ്ടും എഴുതും. റവാദാരി കി. സഹിഷ്ണുതയുടെ ചരിത്രവും ഞാൻ എഴുതും. അഗലേ ലൈൻ ഇസ് തരാ ഹേ. തെരി താരീഖ് ഹേ. तेरी तारीख है कुरान का गीदा का वरक. आश्ती अमन अहिंसा के उसूलों का सबक. നിന്റെ ചരിത്രം ഖുർആനിൻ്റെയും ഖുർആനിലെയും ഗീതയിലെയും താളുകളാണ്. ആഷ്തി അമൻ അഹിംസ കെ ഉസൂലോं का सबक. സൗഹൃദം, സമാധാനം, അഹിംസ എന്നീ തത്വങ്ങളുടെ പാഠമാണ് നിന്റെ ചരിത്രത്തിലുള്ളത്. ദഹർ സെ അപ്ന മുഖാബിൽ കോയി അബ് തക് ന ഉഠാ. കോയി ഗൗതം, കോയി ചിശ്തി, കോയി നാനക് ന ഉഠാ. ഈ ലോകത്ത് മറ്റെവിടെയും നമുക്ക് എതിരാളികളായി, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തുല്യമായി ഇതുവരെ ആരും ഉയർന്നു വന്നിട്ടില്ല. ഗൗതമനെ പോലെ, ചിശ്തിയെ പോലെ, നാനക്കിനെ പോലെയുള്ള ഒരു മഹാന്മാരും ഉണ്ടായിട്ടില്ല. ദഹർ സെ അപ്ന മുഖാബിൽ കോയി അബ് തക് ന ഉഠാ. ഈ ലോകത്ത് നമ്മോട് മത്സരിക്കാൻ പ്രാപ്തരായി, നമുക്ക് സമന്മാരായി മറ്റാരും തന്നെ വന്നിട്ടില്ല. തുല്യരായി പോലും ആരും വന്നിട്ടില്ല. കോയി ഗൗതം, കോയി ചിശ്തി, കോയി നാനക് ന ഉഠാ. ഗൗതമനെ പോലെ, ചിശ്തിയെപ്പോലെ, നാനക്കിനെ പോലെയുള്ള മഹാന്മാർ വേറെ ഉണ്ടായിട്ടില്ല. ആജ് ആസാദ് ഹേ ഹം. ഇന്ന് നാം സ്വതന്ത്രരാണ്. ആജ് ആസാദ് ഹേ ഹം. ഇന്ന് നാം സ്വതന്ത്രരാണ്. സഹൻ ഹമാര ആസാദ്. നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും സ്വതന്ത്രമാണ്. തംഗ ജസ്ബാത്ത് കെ ഖീറോ സെ നിക്കൽ ആയേ ഹേ. സങ്കുചിതമായ വികാരങ്ങളുടെ വലയങ്ങളിൽ നിന്ന് നാം പുറത്തു വന്നിരിക്കുന്നു. തംഗ ജസ്ബാത്ത്, സങ്കുചിതമായ വികാരങ്ങളുടെ, ഖീറോസെ വലയങ്ങളിൽ നിന്ന്, നിക്കല്ലായേ ഹേ നാം പുറപ്പെട്ടു വന്നിരിക്കുന്നു, പുറത്തേക്ക് വന്നിരിക്കുന്നു. ജോ ഫിറംഗി കി സിയാസത്തിനെ കഭി ബോയേ ഥേ. ആ തങ്ക ജസ്ബാത്ത് നമുക്കിടയിൽ ആരാണിട്ടിരുന്നത്? ഫറങ്കികളായിരുന്നു. ഫറങ്കികൾ, ഫ്രഞ്ചുകാർ, പറങ്കികൾ, ഇവരെല്ലാം വിദേശ ഭരണകൂടമായിരുന്നു. വിദേശ ഭരണകൂടം ഇവിടെ വിതച്ച രാഷ്ട്രീയമായ അന്ധകാരം, ആ അന്ധകാരമാണ് തങ്ക ജസ്ബാത്ത് ഉണ്ടാക്കിയിരുന്നത്. അതൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഉൻ തഅസ്സുബ് കെ അന്ധേരോ സെ നിഖൽ ആയേ ഹേ. ആ വർഗീയതയുടെയും ആ പക്ഷപാതത്തിൻ്റെയും ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ, സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ കഴിയുന്നത്. ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച്, ആചാരമനുസരിച്ച്, അനുഷ്ഠാനമനുസരിച്ച് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നതാണ് ഇതിലൂടെ പറയുന്നത്. ഏക് ഹേ അപ്ന വതൻ, ഏക് ജമീൻ, ഏക് ഹേ ഹം. ഒരേ ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ എല്ലാവരുടെയും രാജ്യം ഒന്നാണ്. ഏക് ജമീൻ, എല്ലാവരുടെയും ഭൂമി ഒന്നാണ്. ഏക് ഹേ ഹം.
ഈ ഭൂമിയിൽ ഈ രാജ്യത്തിൽ വസിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ഒന്നാണ്. ഏക് ഹേ ഫിക്രോ അമൽ, ഏക് യഖീൻ, ഏക് ഹേ ഹം. നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും ഒന്നാണ്, നമ്മുടെ വിശ്വാസം ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. കോൻ കഹ്താ ഹേ കെ ഹം ഏക് നഹി ഏക് ഹേ ഹം. നമ്മൾ ഒന്നല്ല എന്ന് ആരാണ് പറയുന്നത്? കേൾക്കണേ, ഞങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഒന്നാണ് എന്നതാണ് ഇതിലൂടെ പറയുന്നത്. ഇന്ത്യയുടെ സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാരമ്പര്യം കവിതയിൽ എടുത്തു പറയുന്നുണ്ട്. വിവിധ മതഗ്രന്ഥങ്ങളായ ഖുർആന്, ഗീത പോലെയുള്ള അവയുടെ തത്വങ്ങളും സമാധാനത്തിൻ്റെയും അഹിംസയുടെയും പാഠങ്ങളും ഈ നാടിൻ്റെ ഒരു ചരിത്രമാണ്. ബ്രിട്ടീഷ് ഭരണകൂടം എന്ന രീതിയിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഫിറങ്കികളാണ്. ഫിറങ്കി അവരെല്ലാം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള വർഗീയതയുടെയും സങ്കുചിതമായ ചിന്തകളുടെയും ഇരുട്ടിൽ നിന്ന് നാം പുറത്തു വന്നിട്ടുണ്ട് എന്ന് ഊന്നി പറയുന്നു. നമ്മൾ ഒന്നാണെന്നുള്ള ശക്തമായ ഐക്യബോധമാണ് കവിയായിട്ടുള്ള ജാനസാർ അഖ്തർ ഈ കവിതയിലൂടെ പ്രഖ്യാപിക്കുന്നത്. പാഠഭാഗം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രിയ. ഖുദാ ഹഫീസ്.